മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക്. തമീമത്ത് കെട്ടിയവൻ ശിർക്കാണ് ചെയ്യുന്നത്, വലിയ ഇസ്ലാമിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് നല്ല പ്രവാചകൻ പഠിപ്പിച്ചത്. ഹദീസുകൾ നമുക്ക് കാണാം, ലാ യബ്ഖയന്ന ഫീ റഖബതി ബഈരിൻ ഖിലാദത്തുൻ മിൻ വതരിൻ വലാ ഖിലാദ ഇല്ലാ ഖുതിഅത്. ഒരൊറ്റ ഒട്ടകത്തിന്റെ കഴുത്തിലും മന്ത്രിച്ചൂതി കെട്ടിയ ചരടുകളോ തകിടുകളോ അതേപോലെയുള്ള മാലകളോ ഉണ്ടാവരുത്, പൊട്ടിച്ചെറിയണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഹദീസിന്റെ ശറഹ് എടുത്ത് നോക്കുക. നേരം വെളുക്കുമ്പോൾ കൂട്ടിന്ന് കാക്ക കരഞ്ഞു പറന്നു പോകുന്ന നമ്മൾ കാണാറില്ല. ഇതുപോലെയാണ് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ സുന്നികളുടെ പുറകിന് ഷിർക്കേ 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 എന്നും പറഞ്ഞിട്ട് വഹാബികൾ ഇങ്ങനെ കിടന്ന് ഓടുകയാണ്. എന്ത് വസ്തുതയാണ് ഇവരുടെ വാക്കുകൾക്ക്, എന്തൊരു അടിസ്ഥാനമാണ് ഇവരുടെ പ്രസ്ഥാനത്തിന്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഇദ്ദേഹം സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്ന് അർത്ഥമൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് വീശി അടിക്കുകയാണ് നമ്മളൊക്കെ മുശ്രിക്കാണെന്ന്. ഇതൊക്കെ കേൾക്കുന്ന സാധാരണക്കാരായ ആളുകൾ ഒരുപക്ഷെ ചിന്തിച്ചു പോകും സുന്നികളൊക്കെ മുശ്രിക്കാണെന്ന്. ഈ വഹാബികൾക്കൊന്നും കഴിവില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഏത് കാര്യത്തിനാണെന്നറിയാവാ, സുന്നികളെ മുശ്രിക്കും കാഫിറും ആക്കി ചിത്രീകരിക്കുന്ന വിഷയത്തിൽ അത് പബ്ലിസിറ്റി നടത്തി അത് കണ്ടിങ്ങനെ ചിരിച്ചും രസിച്ചു ഇവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് 8, 10, 11 ഗ്രൂപ്പായിട്ട് ഇങ്ങനെ മാറാൻ ഇവർ ഉഷാറാണ്. ഇദ്ദേഹം ഈ ഹദീസ് വായിച്ചിട്ട് ഇതിൻ്റെ ഷറഹ് നോക്കെന്ന് കിടന്ന് പറയുന്നുണ്ടല്ലോ, ആ ഷറഹ് ഞാനിവിടെ കാണിക്കാം. എന്നിട്ട് സാധാരണക്കാരായ ആള് ചിന്തിക്കുക ഇദ്ദേഹത്തിനെയൊക്കെ എന്താ പറയേണ്ടതെന്ന്. ആധികാരിക പ്രാമാണിക ഗ്രന്ഥമാകുന്ന ഫതുഹുൽ ബാരി എന്ന ഷറഹാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഹാഫിൽ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ എന്താണ് അതിൻ്റെ അകത്ത് ഈ ഹദീസിനെ ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞതെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ഒരു ഏലസ് എടുത്ത് നമ്മൾ ശരീരത്തിലേക്ക് കെട്ടുന്ന സമയത്തോ ഖുർആനിൻ്റെ ഒരു ആയത്തോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ദിക്റുകളോ ഒന്നും നമ്മൾ ചൊല്ലിയിട്ടില്ല, വെറുതെ അങ്ങെടുത്ത് വെച്ചു. ആ സമയത്ത് നമ്മുടെ വിശ്വാസം ഈ ചരടിലാണ്, ഈ ഏലസിലാണ്. അങ്ങനെയാണെങ്കിൽ അത് ശിർക്കാണ്. മാത്രമല്ല, ഇനി നിങ്ങൾ ഖുർആന്റെ ആയത്തുകളോ ദിക്റുകളോ ഒക്കെ ചൊല്ലിയിട്ടാണോ വെക്കുന്നത് എങ്കിൽ അത് ശിർക്കാവുന്നില്ല. മാത്രമല്ല, ഇങ്ങനെ ഏലസ് കെട്ടൽ ബർക്കത്താണെന്നും കൂടി ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ ദിക്റുകളൊക്കെ ചൊല്ലി അള്ളാഹുവിന്റെ ഇസ്മുകളൊക്കെ പറഞ്ഞ് കാവല് ചോദിക്കുകയാണെങ്കിൽ ഏലസ് കെട്ടൽ കൊണ്ട് നിങ്ങൾ ബർക്കത്തെടുക്കലാകുന്നു എന്നും ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ ഇതിനെ ഉന്നയിച്ച് ഇതിന്റെ ഷറയിൽ പറയുന്നു. ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമായില്ലേ എങ്ങനെയാണ് ശിർക്കാവുന്നതെന്ന്? അപ്പൊ ഇദ്ദേഹത്തിന് വല്ല കഥയും ഉണ്ടോ? ഒരു കഥയും ഇല്ല. ഫതുൽ ബാരിയിലെ 9ാമത്തെ വാള്യം 210ാമത്തെ പേജിലാണ് ഈ വിഷയം പറയുന്നത്. എങ്കിൽ ഇതൊക്കെ എടുത്ത് തള്ളിക്കളയാനാണ് ഇവരുടെ വാദമെങ്കിൽ നമ്മൾക്ക് പറയാൻ ഇനിയും ഉണ്ടല്ലോ. ഇവരൊക്കെ വലിയ ആവേശത്തോടു കൂടി ഞങ്ങളുടെ നേതാവാണ് ഷൗക്കാനി എന്ന് ഇവർ പറയുന്ന ആ ഷൗക്കാനി എന്ന് പറയുന്ന ആള് തന്നെ നെയ്ലുൽ ഔത്താർ എന്ന് പറയുന്ന അവിടുത്തെ ഗ്രന്ഥത്തിൽ 13ാമത്തെ വാള്യം 184ാമത്തെ പേജിലൂടെ പറയുന്നത് എന്താണ്? ഈ കെട്ടുന്ന ഏലസൊക്കെ സ്വയം ഫലിപ്പിക്കുന്നതാണെന്ന വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിലാണ് ശിർക്കാവുന്നത് എന്നിവരുടെ നേതാവ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവർ പറയുന്ന ഓരോരോ പൊള്ളത്തരങ്ങൾക്ക് ഇവരുടെ കിതാബിൽ നിന്ന് തന്നെയല്ല ഞാൻ തെളിവ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാം, മനസ്സിലാക്കാം. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.